ഊർമിള എന്നോട് പിണങ്ങിയ പോയെന്ന് തോന്നുന്നു. അവളെ തന്ന് സഹായിച്ച പണം ആരോ മോഷ്ടിച്ചു എന്നറിഞ്ഞിട്ടും ഒരതൃപ്തിയും അവള് കാണിച്ചില്ലല്ലോ. വീണ്ടും പണം തന്ന് സഹായിക്കാന്നല്ലേ പറഞ്ഞത്? ഒരാൾക്കങ്ങനെ പണം തന്ന് സഹായിക്കാൻ സന്മനസ്സുണ്ടെങ്കിൽ ആ സന്മനസ് ചൂഷണം ചെയ്യാൻ പാടില്ല. സഹായം നിരസിച്ചതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഇപ്പൊ വല്ലാത്തൊരു ആത്മസംതൃപ്തിയാ ഉള്ളില്. വാതിൽ പൂട്ടിയിരിക്കുകയാണല്ലോ. മനോജ് ഹരിത എവിടെ പോയി? മനോജേ, ഹരിതേ, ഊർമിളയെ കാണാൻ പോകുന്ന വിവരം മനോജിനോട് ഹരിതയോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞ പോകാൻ ഹരിത അനുവദിക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാ പറയാതിരുന്നത്. ഹരിതയുടെ വീട്ടിൽ ചന്ദ്രിക അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഊർമിള അറിയാൻ പാടില്ലെന്ന് ഹരിതയ്ക്ക് നിർബന്ധം ഉണ്ടാവും. തനിക്ക് വേറെ താമസ സ്ഥലം ഊർമിള കണ്ടെത്തുന്നുള്ള ഭയവും ഹരിതയ്ക്കുണ്ടാവും. ഹരിത വീട് പൂട്ടി ഒന്നും പറയാതെ പോയത് എന്നോടുള്ള വൈരാഗ്യം കൊണ്ട് തന്നെ ആയിരിക്കും. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഫോണിലെ റിംഗ് ഉണ്ട്, പക്ഷെ രണ്ടാളും ഫോൺ എടുക്കുന്നില്ല. എന്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ലെന്ന് ഹരിത മനോജിനെ വിലക്കിയിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യും? അകത്ത് കയറാതെ പുറത്തുനിന്ന് വിഷമിക്കട്ടെ എന്നുള്ള ശിക്ഷയാവും മരുമോൾ അമ്മായിമ്മയ്ക്ക് വിധിച്ചത്.